രാവിലെ നമ്മൾ ഇൻഫോ പാർക്കിൽ പോയി. ഹസ്ബൻഡിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പോയത്. ഞാനും കൂടെ പോയി. ആദ്യമായിട്ടാണ് ഞാൻ ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ എൻട്രൻസ് വഴി ഞാൻ കയറുന്നത്. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂരാണ്. എൻ്റെ ഒരു ചെറിയൊരു ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇൻഫോ പാർക്കിനുള്ളിൽ പോയിട്ട് എൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയി. അതിനുശേഷം അവിടെ നിന്ന് നേരത്തെ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ആദ്യം വന്നൊരു ബസ്സിൽ കയറി. അത് വാട്ടർ മെട്രോയുടെ അതിക്കിടെയാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ വാട്ടർ മെട്രോയുടെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ കയറി. അങ്ങനെ വാട്ടർ മെട്രോ ഞാനിതുവരെ കയറിയിട്ടില്ല വാട്ടർ മെട്രോയിൽ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അവിടെ ഇറങ്ങി വാട്ടർ മെട്രോ ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നു. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ വാട്ടർ മെട്രോ വന്നു. നമ്മൾ അതിനകത്ത് കയറി. ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ജസ്റ്റ് എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ഒരുപാട് തവണയൊന്നും കയറി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് വൺ ടൈം ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കായലിൻ്റെ അതിക്കടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തിരിയടിച്ച് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി നാളുകൂടിയാണ് ഞാൻ പുറത്തിറങ്ങിയത്. എനിക്ക് ശരിക്കും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഓൾവേസ് വീടിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു. അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈറ്റ്ല ചെന്നിറങ്ങി. വൈറ്റ്ലയിൽ മെട്രോ സ്റ്റേഷൻ്റെ താഴെയായിട്ട് ചെറിയൊരു ബുക്ക് സ്റ്റാൾ പോലെ ഉണ്ടായിരുന്നു, DC ബുക്സിൻ്റെ. അവിടുന്ന് ഒരു ബുക്ക് വാങ്ങിച്ചു, ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ. ഇപ്പം ഞാൻ നിലവിൽ ബെന്യാമിൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ബെന്യാമിൻ്റെ ബുക്കുകളോട് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആകർഷണം തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഈ ബുക്ക് ഞാൻ വാങ്ങിക്കുന്നത്, നിശബ്ദ സഞ്ചാരങ്ങൾ. പിന്നെ അവിടെ വേറെ കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു, അതുമൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് നേരെ കല്ലൂരുപള്ളിയിലോട്ടാണ് നമ്മൾ പോയത്. കല്ലൂരുപള്ളി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒത്തിരി നാളുകൂടി, ഏകദേശം ഒരു 2-3 കൊല്ലം കൂടിയാണ് കല്ലൂരുപള്ളിയിൽ എത്തുന്നത്. പിന്നെ അവിടെ കുറച്ച്